കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കപ്പൽ വെല്ലിംഗ്ടണിലേക്ക് അടുത്ത് വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന രംഗമാണ് കാണുന്നത്. നമുക്ക് ഓരോ ലൈൻ അനുസരിച്ചാണ് ഇപ്പോൾ വണ്ടിയിൽ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമ്മുടെ വീട് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ പുറത്തേക്ക് വണ്ടി എടുക്കുകയാണ്. നമ്മൾ കയറിയത് ഈ കപ്പലിൻ്റെ മറ്റേ എൻഡിലൂടെയാണ്, എന്നിട്ട് നമ്മൾ ഇറങ്ങുന്നത് ഈ എൻഡിലൂടെ. അപ്പോൾ നമ്മൾ വണ്ടി തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പതുക്കെ ഓരോ വണ്ടിയും ലൈനായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോർത്ത് ഐലൻഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞു. പുറത്തേക്ക് പോകുന്നുള്ള വഴി നമുക്ക് വലിയ നിശ്ചയമൊന്നുമില്ല, എങ്കിലും നമ്മൾ ഫ്രണ്ടിലൂടെ പോകുന്ന വണ്ടി നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നു. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാൻ നമ്മൾ പിറ്റണിൽ വെയിറ്റ് ചെയ്തതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കുറേ വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. തിരിച്ച് വെല്ലിംഗ്ടണിൽ നിന്ന് പിറ്റണിലേക്ക് പോകാനുള്ള വണ്ടികളാണ് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ കപ്പലിൽ നിന്ന് വണ്ടികളെല്ലാം ഇറങ്ങി അത് എൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വണ്ടികളെല്ലാം കൂടി നമ്മുടെ കപ്പലിലേക്ക് കയറ്റും. നാട്ടിലെ ജങ്കാറിൽ കയറ്റുന്നത് പോലെ തന്നെ. വെല്ലിംഗ്ടണിൽ നിന്ന് ഇറങ്ങി നമ്മൾ വെല്ലിംഗ്ടണിൽ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെല്ലിംഗ്ടണിൽ നിന്നും ടൗപ്പോ വരെ പോകുന്ന വീഡിയോയാണ്. നമ്മൾ വണ്ടി കപ്പലിൽ നിന്ന് ഇറങ്ങി അധികം താമസിക്കാതെ തന്നെ നമ്മൾ മോട്ടോർവേയിലേക്ക് കയറും. മോട്ടോർവേയിലേക്ക് ഇങ്ങനെ മോട്ടോർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ പോലെ തന്നെ ഉള്ള ഒരു വഴിയാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ അവിടെ ട്രാഫിക് ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മോട്ടോർവേയിലേക്ക് കയറുന്ന രംഗമാണിത്. വെല്ലിംഗ്ടണിൽ നിന്നും ടൗപ്പയിലേക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ടാവും. പിന്നെ അത്യാവശ്യം തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിലും സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് ട്രാഫിക് ജാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ പോയ വഴിക്ക് കുറച്ച് ട്രാഫിക് ജാം നമുക്ക് കിട്ടി. വെല്ലിംഗ്ടണിൽ നിന്നും ഇപ്പോൾ ടൗപ്പയിലേക്ക് പോകുമ്പോൾ പുതിയൊരു മോട്ടോർവേ ഉണ്ട്, പുതിയൊരു വഴി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ കളി എന്ന് ഇതിൻ്റെ പേര്. ഇത് 2014 സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഏകദേശം ഒരു ഏപ്രിലോടുകൂടി 2020 ഏപ്രിലോടുകൂടി കൺസ്ട്രക്ഷൻ തീർക്കാനായിരുന്നു ഇതിൻ്റെ പ്ലാനെങ്കിലും കോവിഡും മറ്റ് കാര്യങ്ങളും കൊണ്ട് ഏകദേശം 2022 മാർച്ച് 30-നാണ് ഇത് പബ്ലിക്കിന് വേണ്ടി ഇത് തുറന്നു കൊടുത്തത്. ഏകദേശം ഒരു 27 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേയുടെ ഒരു ഭാഗമാണിത്. ഇതുവഴി നമുക്ക് പോകുമ്പോൾ കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ മറ്റു ഭാഗത്തേക്കുള്ള അതൊരു 1 ലൈൻ റോഡായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചുള്ള ട്രാഫിക്കുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഈ വഴിയിലൂടെ പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ പുതിയൊരു കൺസ്ട്രക്ഷൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് അതിൻ്റെ ദൂരയിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് മണ്ണൊക്കെ എടുക്കുന്ന ഭാഗങ്ങളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അകലെ കാണാൻ പറ്റും. 2 ലൈൻ ഉള്ളതുകൊണ്ട് ഒത്തിരി ട്രാഫിക് ജാമുകളൊന്നും ഇല്ല ഈ ഭാഗത്ത്. അത്യാവശ്യം വീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വഴിയൊക്കെ. ഈ വഴിക്ക് ട്രാൻസ്മിഷൻ കളി എന്ന് പേര് വരാനുള്ള കാരണം ഇതൊരു വാലി ആയിരുന്നു. നേരത്തെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ മോട്ടോർവേ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊരു വെറും ഫാം ലാൻഡ് ആയിരുന്നു. ഈ ഫാം ലാൻഡിലൂടെ ഒരു 11 kV ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു. ആ ട്രാൻസ്മിഷൻ ലൈൻ പോകുന്ന വാലി ആയതുകൊണ്ടാണ് ഇതിന് ഈ ഭാഗത്തിന് ട്രാൻസ്മിഷൻ കളി എന്ന് പറയുന്നത്. ഇതൊരു റിവറാണ്, നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇതിലൂടെ പോകുന്നത്. നടുക്കുള്ള കല്ലൊക്കെ ആണെങ്കിലും നല്ല വൈറ്റ് കളറിലുള്ള കല്ലുകളാണ്. അതിൻ്റെ അപ്പുറത്തേക്കൂടെ പോകുന്നത് ഒരു പണ്ടത്തെ ഒരു വേ ആണ്, മോട്ടോർവേ ആണ്. അതിപ്പോഴും ഇതിലൂടെ പോകുന്നുണ്ട് ആൾക്കാരൊക്കെ, പക്ഷെ അത് കുറച്ചുകൂടി ഒരു വൈൻഡി റോഡായിരിക്കും. ഇത് ട്രാൻസ്മിഷൻ കളി വഴി പോകുന്ന പുതിയ വഴിയാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റും വണ്ടി അത്യാവശ്യം
നല്ല സ്ലോ ആയിട്ട് തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും നമുക്ക് ഈ വീഡിയോ പിടിക്കാൻ പറ്റിയത്. അതിനുള്ള കാരണം നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക്കാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം ഇവിടുന്ന് ഈ ട്രാഫിക് കടന്നു പോകാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മുടെ ട്രാവൽ പ്ലാൻ ഡിലേ ആയിട്ടുണ്ട്. നമ്മൾ പതുക്കെ പാംസ്റ്റൺ നോർത്തിലേക്ക്, വെല്ലിംഗ്ടണിൽ നിന്ന് പാംസ്റ്റൺ നോർത്തിലേക്ക് പോകുന്നു. പാംസ്റ്റൺ നോർത്തിൽ നിന്നും വീണ്ടും നോർത്തിലേക്ക് പോവുകയാണ് ടൗപോയിലേക്ക് എത്തുന്നത്. ഇവിടെയുള്ള ചെറിയൊരു പെട്രോൾ പമ്പാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. നമുക്ക് വണ്ടിയുടെ 2 വശത്തും കാണാൻ പറ്റും, കുറേ ക്യാമ്പർ വാനൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഹോളിഡേ സീസൺ ആകുമ്പോൾ നമുക്ക് റോഡുകളിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ മോട്ടോർ ഹോംസ് കാണാൻ പറ്റും. വണ്ടി ഇപ്പോൾ പാംസ്റ്റൺ നോർത്ത് എത്തിയിട്ടുണ്ട്. പാംസ്റ്റൺ നോർത്തിലെ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെയുള്ള ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പുണ്ട് ഇവിടെ. ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ പാംസ്റ്റൺ നോർത്ത് കഴിഞ്ഞ് ടൈഹപ്പെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ സൈൻ ബോർഡ് നമുക്ക് റോഡിൽ കാണാൻ പറ്റും. ആ വഴി നേരെ പോയാൽ നേപ്പിയർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ലെഫ്റ്റ് പിന്നെ നമ്മളിങ്ങോട്ട് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൗപ്പോയ്ക്ക് പോകുന്ന വഴിയാണ്. ഈ കാണുന്നത് മൗണ്ട് റോപ്പേഹോ ആണ്. മൗണ്ട് റോപ്പേഹോ ഒരു വോൾക്കാനോ ആണ്. അതിൻ്റെ മുകളിലൊരു സ്കീ ഫീൽഡൊക്കെ ഉണ്ട്. അത്യാവശ്യം തണുപ്പ് കാലം ആകുമ്പോഴത്തേക്കും നിറച്ചും സ്നോ ആവും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ പേര് ഡെസേർട്ട് റോഡ് എന്നാണ്. നമുക്ക് 2 സൈഡിലും കാണാൻ പറ്റും. ഇവിടെ വേറൊരു കൃഷികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡെസേർട്ട് റോഡ് എന്ന പേരെങ്കിലും ഇവിടെ മണലൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ ഈ വഴിക്ക് ഡെസേർട്ട് റോഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു വിന്റർ ടൈമിൽ ഒരു 2-3 ആഴ്ചയെങ്കിലും ആ റോഡ് അടച്ചിടാറുണ്ട്, ഫുൾ സ്നോ ഒന്ന് കവർ ചെയ്തിട്ട്. ഇവിടെ വിന്റർ ടൈം വരുന്നത് ഏകദേശം ഒരു ജൂലൈ സമയങ്ങളിലായിരിക്കും ആ റോഡ് അടച്ചിടുന്നത്. അവിടെ ആയിരിക്കും ഇപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വിന്റർ വരുന്നത്. അപ്പോൾ ജൂൺ ജൂലൈ സമയത്തായിരിക്കും ഇവിടെ വിന്റർ വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ടൈം ആയിരിക്കും ആ സമയത്ത്. നമ്മളിപ്പോൾ ലേക്ക് ടൗപ്പോയിലാണ് നിൽക്കുന്നത്. ഒരു വോൾക്കാനിക് ലേക്കാണെന്ന് പറയാം. ഇതിൻ്റെ അടുത്ത് വലിയ വോൾക്കാനോ ഒക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് ഇങ്ങനെ അടുത്ത് കുറച്ച് കല്ലൊക്കെ കിടക്കുന്നുണ്ട്. കല്ലൊക്കെ വോൾക്കാനിക് അല്ല കേട്ടോ, അതിൻ്റെ പേര് പമിസ്നോ. കല്ലിൻ്റെ പ്രത്യേകം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഇരിക്കുന്ന കല്ല് ഞാനെടുത്ത് വെള്ളത്തിലിടാൻ പോവാം. കണ്ടോ പൊങ്ങി കിടക്കണം കണ്ടോ. അതാണ് ആ കല്ലിൻ്റെ പ്രത്യേകത. ദൂരത്തിലൂടെ അടച്ചായിരിക്കും ആ കല്ല്.
നല്ലൊരു ഈവനിങ് ടൈമാണ്. കല്ല് പതുക്കെ നമ്മളെറിഞ്ഞു വിട്ട കല്ലാട്ടത് ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ചെറുതായിട്ട് വന്ന് ഞാനിവിടെ അവിടുത്തെ ലേക്കിൽ നിന്നും കുറച്ച് വെള്ളം പിടിക്കുകയാണ് കാണുന്നത്. കാരണം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോഴത്തേക്കും നമ്മുടെ കാലയിലേക്ക് മൊത്തം മണൽ പറ്റും. ഞാനത് ബുദ്ധിപൂർവം കഴുകി കളയാൻ വേണ്ടിയിട്ട് വെള്ളം പിടിച്ചതാണ് കണ്ടത്. നമ്മൾ വീണ്ടും നോർത്തിലേക്ക് പോകുന്നു. ഈ ലേക്ക് ടൈപ്പോടെ സൈഡിലൂടെയാണ് ഈ വഴി പോകുന്നത്. അവിടെ ആ ലേക്ക് ടോപ്പോടെ സൈഡിൽ വേറെ ഒരു ക്യാമ്പ് സൈറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇത് എല്ലാ വർഷത്തിൻ്റെ എല്ലാ ഇയറിലും എല്ലാ സമയവും കാണത്തില്ല. ഏകദേശം സമ്മർ ടൈമിലും ഹോളിഡേ ടൈംസിലും നല്ല കാലാവസ്ഥ ഒക്കെ ആയതുകൊണ്ടാണ് ഈ ക്യാമ്പ് സൈറ്റ് ഇത്രയും ബിസി ആയിരിക്കുന്നത്. ഈ വഴി അത്യാവശ്യം നല്ല വളവും തിരിവുമുള്ള ഒരു വഴിയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല വ്യൂ ഉണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വ്യൂ കണ്ടുകൊണ്ടിരിക്കരുത്. കാരണം വളവുകളൊക്കെ ഉള്ള വഴികളിൽ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചു പോകണം. പിന്നെ ഇവിടെ വലിയ വലിയ വളവുകൾ വരും. അപ്പോൾ ആ വളവിൽ ഇവിടെ പോകുന്നതിൽ നല്ല സേഫായിട്ടുള്ള സ്പീഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്പീഡിൽ തന്നെ പോകണം. പ്രത്യേകിച്ചും മോട്ടോർ ഹോമൊക്കെ ആയിരിക്കുമ്പോൾ വളവുകളൊക്കെ തിരിയാൻ അത്യാവശ്യം സേഫ് സ്പീഡ് തന്നെ പോയിട്ട് തിരിഞ്ഞില്ലെങ്കിൽ വണ്ടി സേഫായിട്ട് തിരിഞ്ഞു വരത്തില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ പൈൻ മരങ്ങൾ നിൽക്കുന്നത്. ഒത്തിരി പ്രായമാകാത്ത മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫോറസ്റ്റ് എന്ന പേരെങ്കിലും ഇത് മനുഷ്യൻ തന്നെ വെച്ച് പിടിപ്പിച്ച പൈൻ മരങ്ങളാണ്. പൈൻ മരങ്ങൾ എന്നിട്ട് വലുതായി കഴിയുമ്പോൾ ഇത് മരത്തിന് വേണ്ടിയിട്ട് വെട്ടിയെടുക്കും. ആ വെട്ടിയെടുത്ത ഭാഗത്ത് വീണ്ടും വേറെ മരങ്ങൾ കുഴിച്ചു വയ്ക്കും. ഈ പൈൻ മരങ്ങൾ കൊണ്ടാണ് ഇവിടെയുള്ള മിക്കവാറും വീടുകളുടെ എല്ലാം ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പൈൻ മരങ്ങൾ കൊണ്ടാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.